ക്ഷാമവും കഷ്ടകാലവും ഒഴിഞ്ഞ ഓണക്കാലമാണ് ഇത്തവണ സപ്ലൈകോയ്ക്ക്. വെളിച്ചെണ്ണ വില കുറയ്ക്കാൻ വിപണിയിൽ ഇടപെട്ട മാസാണ് എന്ന് തെളിയിച്ച് നിൽക്കുകയാണ് സപ്ലൈകോ. വെളിച്ചെണ്ണയ്ക്ക് വില ഇനിയും കുറയാൻ നടപടിയുണ്ടാവും. മുൻകാലങ്ങളിലെ സപ്ലൈകോയിലെ ക്ഷാമത്തെക്കുറിച്ച് മാതൃഭൂമി ന്യൂസ് നൽകിയ വാർത്ത സത്യമാണെന്ന് മന്ത്രി ജി.ആർ. അനിൽ തുറന്നു പറയുകയാണ്. ഇത്തവണ സർക്കാർ എന്ത് ചെയ്യുന്നുവെന്ന് മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരോട് പറയാൻ ഭക്ഷ്യമന്ത്രി സപ്ലൈകോയിലേക്ക് വരികയാണ്. ഓണക്കാലം ഇങ്ങ് എത്തിക്കഴിഞ്ഞു. എൻ്റെയൊക്കെ തലമുറയിൽപ്പെട്ടവരുടെ ഓണക്കാല ഓർമ്മകളിൽപ്പെട്ടതാണ് സപ്ലൈകോയും മാവേലി സ്റ്റോറുമെല്ലാം. കാരണം വിലക്കയറ്റത്തിൻ്റെ കാലത്ത് കുറഞ്ഞ വിലയ്ക്ക് ഞങ്ങളിവിടെ വന്ന് ക്യൂ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങുന്ന ഓർമ്മകൾ. പക്ഷെ കഴിഞ്ഞ ഓണക്കാലത്ത് സപ്ലൈകോയിൽ വന്നപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. കാരണം പല സാധനങ്ങളും വാങ്ങാനില്ല, പിന്നെ ജനങ്ങളുടെ പരാതി. പക്ഷേ ഈ ഓണക്കാലത്ത് അത്തരം പരാതികളില്ല. അപ്പോൾ ഈ വർഷം സപ്ലൈകോയിലെ അവസ്ഥ എന്താണ്? ചുമതലപ്പെട്ടവർ തന്നെ കാര്യങ്ങൾ വിശദീകരിക്കാൻ ഇവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്ലോക്കായിരുന്നല്ലേ? ഭക്ഷ്യമന്ത്രി ജി.ആർ. അനിലാണ് സപ്ലൈകോയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമ്മോട് വിശദീകരിക്കാൻ പോകുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയാണ് തുടക്കം. വെളിച്ചെണ്ണയുടെ വില കുതിച്ചുവർ നിന്നപ്പോൾ ഒരു ഇടപെടലൊക്കെ നടത്തി. അപ്പോൾ വെളിച്ചെണ്ണയുടെ അങ്ങോട്ട് തന്നെ പോവാം. വെളിച്ചെണ്ണയുടെ വില ഇനിയും കുറയും, ഇനിയും കുറയ്ക്കാനുള്ള നടപടി സ്വീകരിക്കും. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. 529 രൂപ വെളിച്ചെണ്ണയ്ക്ക് വിലയുള്ളപ്പോൾ 349 രൂപയ്ക്ക് സബ്സിഡിയായി സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ വെളിച്ചെണ്ണ ലഭ്യമാക്കിയതാണ് വെളിച്ചെണ്ണയുടെ വില കുറയാൻ ഇടയായ പ്രധാന കാരണം. അവരാദ്യം ചോദിച്ച ചോദ്യം ഈ സ്ഥാപനത്തെ പൂട്ടിക്കുമെന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞതല്ല, കേരഫെഡ് വെളിച്ചെണ്ണയുടെ വില കുറച്ചാൽ അതിനനുസരിച്ച് നമുക്ക് മറ്റുള്ള ഉൽപ്പന്നങ്ങളുടെയും വില കുറയ്ക്കാൻ കഴിയും. ഇത് നമുക്ക് കേര വെളിച്ചെണ്ണ ഈ സ്ഥാപനത്തിൽ മാത്രം കിട്ടുന്ന ഒരു സൗകര്യമാണ്. നമുക്ക് ശബരിയിലൂടെയാണ് നമുക്ക് ആദ്യം ഇടപെടാൻ കഴിയുന്നത്. ശബരി വെളിച്ചെണ്ണയ്ക്ക് സബ്സിഡി വളരെ നല്ല തോതിൽ കൊടുക്കാൻ തീരുമാനിച്ചു. എന്നെ മനസ്സിലായ സാധനമെല്ലാം ഉണ്ടല്ലോ, നിറവോട് കൂടി എല്ലാം ഉണ്ടല്ലോ, സാധനങ്ങളെല്ലാം എടുക്കാൻ 2 കിലോ മുളകാണ് 500 ഗ്രാമിന് കൊടുത്തുകൊണ്ടിരുന്നതിന് 1 കിലോ ആയി വർദ്ധിപ്പിച്ചു. എത്ര കിലോ വെളിച്ചെണ്ണ ഓണക്കാലത്ത് ജനങ്ങൾക്ക് കിട്ടുമെന്ന്? ഒരു കാർഡുള്ളവർക്ക് ഓഗസ്റ്റ് മാസം 1 ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങിക്കാം, 349. അതെ, വാങ്ങിക്കാം. എന്നാൽ ഇത്തവണ ഓണം പ്രമാണിച്ച് 4-ാം തീയതിയാണല്ലോ ഓണം, വീണ്ടും അതേ കാർഡുകാർക്ക് വീണ്ടും വാങ്ങിക്കാം. അപ്പോൾ ഫലത്തിൽ 2 കിലോ വെളിച്ചെണ്ണയുടെ പ്രയോജനം ഒരു കുടുംബത്തിന് സബ്സിഡിയായി കിട്ടും. കേര വെളിച്ചെണ്ണയുണ്ട്, അത് ഒരു നിയന്ത്രണവുമില്ല. ആകെ ശബരി വെളിച്ചെണ്ണയ്ക്ക് മാത്രമേ ഒരു നിയന്ത്രണം. വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്ന കാലത്ത് പരാതിയൊക്കെ ആയിരുന്നു എല്ലാവർക്കും. ഇപ്പൊ പരാതി ഉണ്ടോ? ഇപ്പൊ പരാതിയില്ല, നിറഞ്ഞിരിക്കുകയല്ലേ, സന്തോഷം എല്ലാവർക്കും. അന്ന് ഞങ്ങൾ വെറുതെ പറഞ്ഞല്ല. അതല്ല, സത്യമാണ്. ഗവൺമെന്റിന് വല്ലാതെ ഞെരുക്കുന്ന നിലപാടല്ലേ സ്വീകരിച്ച്. 1 മണി അരി കേന്ദ്ര ഗവൺമെന്റ് നൽകിയിട്ടില്ല. ഓണക്കാലത്തെ സീസണിൽ എല്ലാ റാക്കുകളൊക്കെ അത് ഒഴിഞ്ഞു കിടന്നു. അത് നമുക്ക് സത്യമാണ്, ഉണ്ടെന്ന് കാണിക്കുക. അല്ലെ, സത്യമാണ്. ഞങ്ങളാരും നിഷേധിക്കുന്നില്ല. നമ്മളിപ്പോ ഇവിടെ വന്നപ്പോഴുണ്ട്, ഏതെങ്കിലും കടയിൽ ഇല്ലെങ്കിൽ ആർക്കെങ്കിലും അറിയിക്കാൻ സംവിധാനം ഉണ്ടാക്കി? അല്ല, അതിപ്പോ എല്ലാ കടകളിലും ഒരു ഫോൺ നമ്പർ നമ്മൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആ അറിയിക്കുന്ന അത് അറ്റൻഡ് ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അതിന് അടിയന്തര പരിഹാരം കാണാൻ അനുവദിച്ചിട്ടുണ്ട്. ഭക്ഷ്യമന്ത്രി എന്നെ നേരിട്ട് അല്ല, അത് ഞാൻ ഫോണിൽ ആരുടെ ഫോൺ എടുക്കുന്ന ആളാണ്. പരാതി സ്വാഭാവികമാണ്. നമുക്ക് അങ്ങനെയുള്ള ഒരുപാട് സൗകര്യങ്ങളില്ല. കഴിഞ്ഞ ഓണക്കാലത്തെക്കാളും ടെൻഷൻ കുറവുള്ള ഓണമല്ലേ? അല്ലല്ല, ടെൻഷൻ കൂടുതലുള്ള ഓണമാണ്. സാധനം ഉള്ളതല്ല. ഏതെങ്കിലും ഒരു വീഴ്ച വന്നാൽ അത് മുഴുവൻ നമുക്കെതിരായിട്ട് ചിന്തിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് ഇത് നടന്നു കഴിയുന്നത് വരെ ടെൻഷൻ കൂടുതലാണ്. സപ്ലൈകോന് സാധനം ഇല്ല. അല്ല, അതില്ല, ആ പരാതി. കേരയുടെ വില 400 താഴെ എത്തിക്കുന്നത്. അതിപ്പം എത്ര വരെ എത്തും നമ്മുടെ ഓണം അടുപ്പിച്ചാവും? എന്തായാലും നമുക്ക് പരമാവധി കുറയ്ക്കാം. 1 രൂപ കൊപ്രയുടെ അല്ലെങ്കിൽ മാർക്കറ്റില് വെണ്ണയുടെ വിലയിൽ കുറയ്ക്കാൻ കഴിയുന്ന സാഹചര്യം വന്നാൽ അപ്പോൾ എഫക്റ്റ് ആകുന്നതായിരുന്നു. പരാതികൾ എന്തെങ്കിലും ഉണ്ടോ? സാധനങ്ങളൊക്കെ ലഭ്യമാണ്. അത് കേൾക്കുന്നതിന് നമുക്ക് സന്തോഷം. പ്രതിപക്ഷ നേതാവ് പറഞ്ഞെന്താ, ഏത് കടയിൽ വേണോ കയറി നോക്കാം, സോപ്പ് ജീപ്പ് കണ്ണാടി എന്ന് കളിയാക്കുന്ന ആ ചിത്രം ആളുകൾ പുച്ഛത്തോടെ തള്ളിക്കണം. ഏത് കടയിൽ വേണോ പോയി നോക്കാം. അപ്പൊ അങ്ങനെ ഒരു വെല്ലുവിളി ഭക്ഷ്യമന്ത്രി ഏറ്റെടുത്തിട്ടുണ്ട്. കാരണം എവിടെയും കുറവുണ്ടാകില്ല, ഒരു കുറവുണ്ടാകും എന്ന ഉറച്ച ആത്മവിശ്വാസം തന്നെയാണ്. സപ്ലൈകോ നമ്മുടെ സ്വന്തം സ്ഥാപനമാണ്. അതെ, നന്നാകുന്നത് തന്നെയാണ് എല്ലാ മലയാളി ആഗ്രഹിക്കുന്നത്. എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ നേരുന്നു. ക്യാമറ DS ബിജുവിനും രാകേഷിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.